ശ്രീഗുരുഭ്യോ നമ. ഹരി ഓം. ശ്രുതസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. നമസ്തജനകല്യാണേ നരദം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും പ്രണതോസ്മ്യഹം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ. കൃഷ്ണ ഹരേ ഹരേ. വ്യാസായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. അവികാരായ സിദ്ധായ നിത്യായ പരമാത്മനെ ശ്രീഗുരു സദൈവരൂപരൂപ വിഷ്ണവേ സർവജിഷ്ണവേ. വിഷ്ണവേ. ഇപ്പോ ഒരു ഗ്രന്ഥം ചൊല്ലുന്നതിന് മുമ്പ് നമ്മൾ മംഗളാചരണത്തിന് 3 ലക്ഷ്യങ്ങളാണ്. ഒന്ന്, ഗ്രന്ഥകാരനെ സ്തുതിക്കുക. നമ്മുടെ പ്രാർത്ഥന, നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണമെന്നാണല്ലോ നമ്മൾ ചെല്ലുന്നത്, അല്ലാതെ എന്തെങ്കിലും കാര്യസാധ്യത്തിനാണല്ലോ നമ്മൾ ചെല്ലുന്നത്. ആ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എപ്പോഴും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട്. അവിടെ ഇത് മോക്ഷപ്രാപ്തിയാണ് ഇവിടുത്തെ കാര്യസാധ്യം, ആ കാര്യസാധ്യത്തിന് വേണ്ടി. പിന്നെ മറ്റൊന്ന്, എന്ത് ഗ്രന്ഥമായി, ഗ്രന്ഥത്തിൽ കൂടെ എന്താണ് നമ്മൾ പഠിക്കുക, അത് സൂചിപ്പിക്കുന്നതാണ്. ഇതാണ് മംഗളശ്ലോകം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഒത്തിരി നമ്മൾ ചൊല്ലുകയല്ല, അത് നമുക്ക് നമ്മുടെ ഉള്ളിൽ ധ്യാനിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് ഏറ്റവും പ്രധാനം. ഇപ്പൊ നമ്മൾ സംസാര സാഗരേ ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹ ഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവേ നമ്മൾ ചൊല്ലാറുണ്ടല്ലോ. എല്ലാവർക്കും അത് എന്താണ് ഇതിന്റെ അർത്ഥം തുടക്കത്തിൽ ചെല്ലുന്നതാണല്ലോ അല്ലേ? എല്ലാവരും തുടക്കത്തിൽ ആരോ ഇങ്ങനെ ഇത് ഭാവത്തിൽ തന്നെയുള്ളതാണെങ്കിലും ഇത് ചൊല്ലാനായിട്ട് ആരോ നിർദ്ദേശിച്ചു, അത് പിന്തുടർന്നു. എന്തായിരിക്കും അതിന്റെ അർത്ഥം? ആർക്കെങ്കിലും പറയാമോ എന്തായിരിക്കും അതിന്റെ അർത്ഥം? മീനയ്ക്ക് പറയാമോ എന്തായിരിക്കും? സംസാര സാഗരേ മഗ്നം ദീന, അങ്ങനെ നമ്മൾ എപ്പോഴും ചൊല്ലാറുണ്ടല്ലോ. ഭാഗവതം ചൊല്ലുന്നതിന് മുമ്പ് ചൊല്ലുന്ന ഒരു മംഗള ശ്ലോകമാണ്. ഈ ലോകമാകുന്ന സമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്ന നമ്മളെ രക്ഷിക്കണമെന്നല്ലേ? ഇതെന്തോന്നു പറഞ്ഞേ? ഈ ലോകമാകുന്ന സമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്ന നമ്മളെ രക്ഷിക്കണം. നമ്മളെ രക്ഷിക്കണമെന്ന് വെച്ചാൽ ലോകമാകുന്ന സമുദ്രത്തിൽ, ലോകം അങ്ങനെ സമുദ്രമാകുന്നത്, ലോകം സമുദ്രമാണ്, ലോകത്തിൽ സമുദ്രവും ഭൂമി രണ്ടുമില്ലേ? അപ്പൊ പിന്നെ ലോകം സമുദ്രമാകുന്ന എന്തിന്റെ കമ്പാരിസൺ? ലോകത്തെ സമുദ്രമായിട്ട് സംസാര സാഗരേ സംസാരം. ലോകത്തെ സമുദ്രമാണെങ്കിൽ സമുദ്രത്തിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ അല്ലെ? ഇപ്പൊ ചന്ദ്രമുഖി എന്നൊരു പേര് വന്നാല് ചന്ദ്രന് സദൃശമായ സൗന്ദര്യമുള്ളവളെന്നർത്ഥം. അപ്പൊ അതിന് ഒരു ഉപമയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്. കാര്യം ചന്ദ്രമുഖി എന്ന് പറയാൻ കാര്യം എന്താണ്? ഒരു സ്ത്രീയെ പറയാ, നീ ചന്ദ്രമുഖിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ ചന്ദ്രമുഖിയായിട്ട് വിശേഷിപ്പിച്ചാൽ, ചന്ദ്രനെ എല്ലാവർക്കും അറിയാം അല്ലെ? ചന്ദ്രന് നല്ല സൗന്ദര്യമുണ്ട്, ചന്ദ്രന് കുളിർമയുണ്ട്, ചന്ദ്രന്റെ മുഖത്ത് നോക്കിയാൽ ഒരു മനസ്സിനൊരു ആനന്ദം വരും. അപ്പോൾ ചന്ദ്രമുഖി എന്നൊരു സ്ത്രീയെ വിളിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സ്ത്രീയാകും പുരുഷനാകും കേട്ടോ. അപ്പം അങ്ങനെയാണെങ്കിൽ അപ്പൊ ആ മുഖത്ത് നോക്കിയാൽ ചന്ദ്രനെ പോലെ ഭംഗിയുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ മീന പറയുന്നത് അങ്ങനെയല്ല. ലോക സമുദ്രം എന്ന് പറയുമ്പോൾ ലോകവും സമുദ്രവുമായിട്ട്, ലോകത്തിനെ സമുദ്രമായിട്ട് കണ്ടു എന്നർത്ഥം. ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. എന്താ ചുമ്മാ ഞാൻ പറയുകയല്ലോ. ലോകത്തിനെ സമുദ്രമായിട്ട് കാണുമ്പോൾ സമുദ്രത്തിന് എന്ത് സൗന്ദര്യം കാണിച്ചിട്ടാണ് ലോകം ഉപമിക്കുന്നത്. അപ്പൊ അതല്ല അർത്ഥം. മറ്റെന്താണ് അർത്ഥം? അപ്പം സാരമില്ല, അല്ല വേറെ ആരെങ്കിലും പറയാമോ? ശശിക്ക് പറയാമോ? ശശിക്ക് അറിയാമോ എന്താണെന്ന്? സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹ ഗൃഹീതാംഗം മാമുദ്ധര ഭവ. നമ്മുടെ പ്രാർത്ഥനയല്ലേ അത്? ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ മാമുദ്ധര ഭവാർണവേ,
ഭഗവാൻ പ്രാർത്ഥന എന്തുവാ പ്രാർത്ഥിക്കുന്നത് നമുക്ക് പൂർണ്ണമായിട്ട് അറിയത്തില്ലായിരിക്കും. പക്ഷേ അവർ പ്രാർത്ഥനയാണെന്ന് നമുക്കറിയാമല്ലോ. അത് ഒരു 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 ഭഗവാനെ സ്തുതിക്കുന്ന സ്തുതിയല്ല. സ്തുതി വ്യത്യാസമുണ്ടല്ലോ. സ്തുതിയിൽ നമ്മൾ വിഷ്ണു സഹസ്രനാമം ചെല്ലുമ്പോൾ അതെല്ലാം സ്തുതിയാണ്. കാരണം ഭഗവാനെ പല പേരുകൾ കൊണ്ട് നമ്മളെ ഭഗവാനെ സ്തുതിക്കുക. വിശ്വം, ഭഗവാൻ ആരാണ്? ഓ വിശ്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ജഗത്താണ് ഭഗവാൻ. വിശ്വം വിഷ്ണുഹു എന്ന് പറഞ്ഞാൽ ഭഗവാൻ സർവ്വവ്യാപിയാണ്. വിശ്വം വിഷ്ണു വഷട്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രതിബന്ധങ്ങളെയും പ്രതിബന്ധങ്ങളേക്കും മാറ്റി നിർത്തുന്ന ഒരാളെന്നർത്ഥം. വഷട്കാരം എന്ന് പറഞ്ഞാൽ വിശ്വം വിഷ്ണു വഷട്കാരം ഭൂത ഭവ്യ ഭവത്പ്രഭു എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലും ഇനി വരാൻ പോകുന്ന കാലത്തിലും. പിന്നെ ഭവപ്രഭു എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥമുണ്ട്. പല അർത്ഥങ്ങൾ ഓർക്കില്ല. പ്രഭു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മം തരിക എന്നർത്ഥം. ജഗത്തിന് മൂല കാരണമായ പ്രഭു എന്നാണ് അർത്ഥം. ഭൂത ഭവ്യ ഭവത് പ്രഭു, ഭൂതകാലത്തിലെ പ്രഭു, വർത്തമാനകാലത്തിലെ സൃഷ്ടിയില്ലേ ആ സൃഷ്ടിയുടെ പ്രഭു. ഭൂത ഭവ്യ ഭവത് ഭവത്ത് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ. അത് ഭൂതകാലത്ത് സൃഷ്ടിച്ചതും ഈ വർത്തമാനത്തെ കാലത്ത് സൃഷ്ടിച്ചതും ഭഗവാൻ തന്നെ. വിശ്വം വിഷ്ണു വഷട്കാരോ ഭൂതഭവ്യ ഭവത് പ്രഭു ഭൂതകൃത്ത് എന്ന് പറഞ്ഞാൽ ഈ ഭൂതങ്ങളെ സൃഷ്ടിച്ചതും ഭഗവാനാണ്. പിന്നെന്തുവാ? എന്തോ ഭൂതകൃത് ഭാവം എന്ന് പറയുമ്പോൾ ഇത് തന്നെ സൃഷ്ടി എന്നർത്ഥം. സൃഷ്ടിക്കുന്നർത്ഥം. ഭൂതാത്മാ സൃഷ്ടിച്ചിട്ട് ഭഗവാൻ എന്തോ ചെയ്തു? ഭൂതാത്മാ ഭൂതങ്ങളുടെ ആത്മാവായിട്ട് പദം സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം വിശേഷണ പദങ്ങളാണ്. എന്നാൽ സാഗരം സംസാരം എന്ന് പറഞ്ഞ ഭഗവാനല്ല, സാഗരം എന്ന് പറഞ്ഞ ഭഗവാനല്ല, മഗ്നം എന്ന് പറഞ്ഞ ഭഗവാനല്ല. അപ്പൊ ഇതൊന്നും ഭഗവാന്റെ വിശേഷണം അല്ലത്. അപ്പൊ പിന്നെ നമുക്ക് പ്രാർത്ഥനയായിരിക്കാനാണ് സാധ്യത. നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഭഗവാനോട് പറയത്തില്ലേ? അപ്പൊ പ്രാർത്ഥനയായിരിക്കും. അപ്പൊ എന്തിനുള്ള പ്രാർത്ഥനയായിരിക്കും? ശശിക്ക് പറയാമല്ലോ. ജനനത്തിൽ നിന്നുള്ള സംസാര സാഗരത്തിൽ നിന്ന് മുക്തി നേടണമെന്നുള്ളു. അതെ, അതായത് സംസാരം എന്ന് പറഞ്ഞാൽ ഇവിടെ ജനിക്കുകയും മരിക്കുന്നതിനാണ് സംസാരം. ജനന മരണത്തിൽ നിന്ന് ഇപ്പൊ അതിനുള്ള രക്ഷ. അപ്പൊ സംസാര സാഗരെ മഗ്നം എന്ന് പറഞ്ഞാല് കിടക്കുന്ന സംസാര സാഗരത്തിൽ, ഈ സാഗരത്തിൽ മുങ്ങിക്കിടക്കുന്ന. അപ്പൊ അതിന് ഈ സാഗരത്തെ ഉപമിക്കാൻ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കടലിലെ ചില ജന്തുക്കൾ കണ്ടില്ലേ, അതെ ഓളം അടിക്കുമ്പോഴത്തേനും മുകളിലോട്ട് വരാൻ സാധിക്കും. പക്ഷെ അത് താഴോട്ടങ്ങ് പിന്നെയും പൊങ്ങി വരും. പിന്നെ നമ്മൾ നീന്തുകയാന്നിരിക്കട്ടെ, നീന്തി പോവാം. നമ്മൾ കുറച്ച് നീന്തുകയെന്ന് പറഞ്ഞാൽ നമുക്ക് ചാടാകും, പിന്നെയും താഴെ പോവും, പിന്നെയും മുമ്പിൽ വരും. അപ്പം പൊങ്ങിയും താണും ഓളം അടിക്കുന്നതനുസരിച്ച് പൊങ്ങിയും താണും ഇരിക്കത്തുള്ളൂ. അക്കരെ കിടക്കാൻ പറ്റത്തില്ല. അക്കരെ കിടക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാര്യം ഓളം അതുപോലാണെന്നുണ്ട്. അതുപോലെ തിരമാലകളുകൊണ്ട് കരയിലേക്ക് അടുക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് സാഗരത്തെ ഉപമിച്ചിരിക്കുന്നു. കാര്യം നമ്മുടെ ജനന മരണങ്ങൾ അങ്ങനെയാണ്. നമ്മൾ ജനിച്ചും മരിച്ചും നമുക്ക് അപ്പുറത്ത് കിടക്കാനായിട്ടുള്ള ശ്രമമുണ്ട് നമ്മളെപ്പോഴും നടത്തിക്കൊണ്ടേയിരിക്കുന്നു. എല്ലാ ജീവജാലങ്ങളും കേട്ടോ. നിങ്ങൾ വിചാരിക്കും നമ്മൾ മനുഷ്യന് മാത്രമേ മോക്ഷപ്രാപ്തിക്കുള്ളൂ. എല്ലാവരും മോക്ഷപ്രാപ്തി. എല്ലാവരും മോക്ഷപ്രാപ്തി എന്ന് പറഞ്ഞാൽ സുഖം അനുഭവിക്കാൻ. അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒന്നാണ്. മനുഷ്യനെ പോലെ ബുദ്ധിയില്ല. അപ്പോൾ അതിനുവേണ്ടി ഒരു പ്രയത്നമാണ് നടക്കുക. അറിയില്ല അതാണ് എൻ്റെ ലക്ഷ്യം അതാണെന്ന് അവർക്കറിയില്ല. എന്നാൽ അവരെ സ്വയമായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ സംസാര സാഗരേ മഗ്നം ദീനമ്മാം കരുണാനിധേ കർമ്മഗ്രാഹ ഗൃഹീതാംഗം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ചേച്ചി? കർമ്മബന്ധങ്ങളിൽ നിന്നുള്ള ഗൃഹീതാംഗം എന്ന് പറഞ്ഞാൽ എൻ്റെ അംഗത്തെ, ഗൃഹീതം എന്ന് പറഞ്ഞാൽ പിടിച്ചിരിക്കുന്നു. എൻ്റെ അംഗം എന്തുകൊണ്ടാണ് എനിക്ക് ഈ സംസാര സാഗരത്തിൽ നിന്ന് പോകാത്തത്? ഞാൻ മുമ്പോട്ട് നീന്തി പോവാ കേട്ടോ. പക്ഷെ എൻ്റെ കാലെ പിടിച്ച ഒരാൾ താക്കുക, കർമ്മബന്ധങ്ങളെ പിടിച്ച് താത്തോണ്ടിരിക്കുക. അപ്പൊ എനിക്ക് നീന്താനായിട്ട് സാധിക്കുന്നില്ല. അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നെ കൊണ്ട് സ്വയം വിചാരിച്ചാൽ സാധിക്കുന്നതല്ല. അതുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക, എനിക്ക് ഭഗവാനെ എന്നെ ഇതെന്ത് രക്ഷിക്കണമെന്ന്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി, നിങ്ങൾക്കെല്ലാം അറിയാം. ഇപ്പൊ മീന ആദ്യം ഈ അടുത്തിടയിലൊക്കെ രാജു പറഞ്ഞ കേൾക്കാനായിട്ട് തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ട്
ഉണ്ട് എനിക്കറിയാം, എല്ലാവർക്കും അറിയാം, എനിക്കറിയാൻ വയ്യാലോ എന്ന് ചിന്തിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. അങ്ങനെയല്ല. ഇതൊക്കെ വളരെ ചുരുക്കം, എന്തുകൊണ്ടെന്ന് വളരെ നിസ്സാരമായതാണെങ്കിലും ശരി, നമ്മളൊക്കെ എന്തായിട്ട് എടുത്തിരിക്കുന്നു, നിങ്ങളുടെ കാര്യമല്ല, പൊതുവെ പറയാൻ നമ്മളൊക്കെ ഇതൊക്കെ ഒരു റിച്വൽ, ഇന്നും ഇതുപോലെ തന്നെ ചെയ്യേണ്ടതാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെയോ കിട്ടും. യാതൊന്നും കിട്ടത്തില്ല കേട്ടോ, ദയവ് ചെയ്ത് പറയാം, യാതൊന്നും കിട്ടത്തില്ല. കിട്ടണമെങ്കിൽ എന്താണ് നമ്മളെ പ്രാർത്ഥിക്കുന്നതെന്ന് അറിയാം. നമുക്ക് പോലും അറിയത്തില്ല എന്താ പ്രാർത്ഥിക്കുന്നത്, പിന്നെ ഭഗവാൻ എന്തോ ഈ. അപ്പൊ പ്രാർത്ഥനയിൽ കൂടെ നമ്മുടെ മനസ്സിന് പരിവർത്തനം വന്നെങ്കിൽ മാത്രമേ, കാരണം ഈ ഈ ഈ പ്രയോജനം ചെയ്യേണ്ടത് മറ്റാരുമല്ല, നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മൾ തന്നെയാണ്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ തന്നെയാണ് ഈ നമുക്ക് പ്രയോജനം ചെയ്യേണ്ടത്. അത് നമുക്ക് തന്നെ അറിയാൻ പിന്നെ എന്ത് പ്രയോജനം? പിന്നെ വിഡ്ഢിതരമൊക്കെ ആൾക്കാർ പറഞ്ഞു മനസ്സിലാക്കി, ഇത് വായിച്ചാൽ മതി, കേട്ടാൽ മതി. അതൊക്കെ രോഗം പലവിധമല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? ഏതായാലും മംഗളശ്ലോകത്തിന്റെ ലക്ഷ്യം അതാണ്, ധ്യാനത്തിന്റെ ലക്ഷ്യമാണ് ഭഗവാനെ. രാവിലെ നമ്മൾ ചെല്ലുന്ന ധ്യാന ശ്ലോകം എന്താണ്? അത് ഭഗവാനെ സ്തുതിക്കാൻ. കസ്തൂരീതലകം ലലാട്, അതല്ലേ ഇല്ലെന്ന്? കസ്തൂരീതലകം ലലാട പല്ല, അത് രൂപധ്യാനം, ഭഗവാന്റെ രൂപത്തിന്. അങ്ങനെ എല്ലാ ധ്യാനത്തിനും ഒരു ധ്യാനത്തിന്, മംഗളശ്ലോകത്തിന് അതിനൊരു പ്രത്യേക നിയമങ്ങൾ നമ്മൾ പരമ്പരയിൽ കൂടിയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുക. റെക്കോർഡ് ചെയ്തിട്ടില്ല അല്ലേ? റെക്കോർഡ് ചെയ്തോ? ഓക്കെ. അഥ 30-തമോऽധ്യായः. കപില ഉവാച തസ്യൈതസ്യ ജനോ നൂനം നായം വേദോരുവിക്രമം കാല്യമാനോപി ബലിനോ വായോരിവ ഖനാവലിഃ. ഓക്കെ. തസ്യൈതസ്യ ജനോ നൂനം ന്യായം വേദോരുവിക്രമം കാല്യമാനോപി ബലിനാ വയോരിവ ഖനാവലിഃ. യമർത്ഥമുപാദത്തെ ദുഃഖേന സുഖഹേതവേ തം ധുനോതി ഭഗവാൻ പുമാൻ ശോചതി യത്കൃതേ. യമർത്ഥമുപാദത്തെ ദുഃഖേന സുഖഹേതവേ തം തുനോതി ഭഗവാൻ പുമാൻ ശോചതി യത്കൃതേ. യദ്ധ്രുവസ്യ ദേഹസ്യ സാനുബന്ധസ്യ ദുർമതിഃ ധ്രുവാണി മന്യതേ മോഹാത് ഗൃഹക്ഷേത്രവസൂനി ച. യഥാ ധ്രുവസ്യ ദേഹസ്യ സാനുബന്ധസ്യ ദുർമതിഃ ധ്രുവാണി മന്യതേ മോഹാത് ഗൃഹക്ഷേത്രവസൂനി ച. ജന്തുർവൈ ഭവ ഏതസ്മിൻ യായാം യോനിമനുവ്രജേത് തസ്യാം സ ലഭതേ നിർവൃതിം ന വിരജ്യത്തെ. ജന്തുർവൈ ഭവ ഏതസ്മിൻ യാം യോനിമനുവ്രജേത് തസ്യാം സ ലഭതേ നിർവൃതിം ന വിരജ്യത്തെ. നരകസ്ഥോപി ദേഹം വൈ ന പുമാൻ സിക്തുമിച്ഛതി നാരക്യാൻ നിർവിദൗ സത്യാം ദേവമായാ വിമോഹിതഃ. നരകസ്ഥോപി ദേഹം വൈ നപുംസ്ത്യാക്തുമിച്ഛതി നാരകം നിർവൃതൗ സത്യാം ദേവമായാ വിമോഹിതഃ. ആത്മജായാ സുധാകാരാ പശുദ്രവിണബന്ധിഷു നിരൂഢമൂലഹൃദയ ആത്മാനം ബഹുമന്യത്തെ. ആത്മജായാ സുധാകാര പശുദ്രവിണബന്ധുഷ നിരൂഢമൂലഹൃദയ ആത്മാനം ബഹുമന്യത്തെ. സന്ദഹ്യമാനസർവാംഗ യേഷാമുദ്വഹനാധിന കരോത്യവിരതം മൂഢോ ദുരിതാനി ദുരാശയഃ. സന്ദഹ്യമാനസർവാംഗ യേഷാമുദ്വഹനാധിന കരോത്യവിരതം മൂഢോ ദുരിതാനി ദുരാശയഃ. ആക്ഷിപ്താത്മേന്ദ്രിയസ്ത്രീണാം അസതീനാം ച മായയാ രഹോരചിതയാലാപൈ ശിശൂനാം കളഭാഷിണാം. ആക്ഷിപ്ത്യാത്മേന്ദ്രിയസ്ത്രീണാം അസ്തീനാം ച മായയാ
രഹോ രചിതയാലാപൈ ശിശൂനാം കളഭാഷിണാം ഗൃഹേഷു കൂടധർമ്മേഷു ദുഃഖതന്ത്രേഷു അതന്ത്രിതഃ കുർവൻ ദുഃഖപ്രതീകാരം സുഖവൻ മന്യത്തെ ഗൃഹീ. ഗൃഹേഷു കൂടധർമ്മേഷു ദുഃഖതന്ത്രേഷു തന്ത്രിതഃ കുർവൻ ദുഃഖ പ്രതീകാരം സുഖവന്മന്യത്തെ ഗൃഹേ. അർത്ഥൈരാപാദിതൈർഗുർവ്യാ ഹിംസയേതസ്തദച്യതാൻ പുഷ്ണാദി യേഷാം പോഷേണ ശേഷഭുഗ്യാത്യതസ്വയം. അർത്ഥരൈരാപിതൈർഗുർവ്യാ ഹിംസയേസ്തദച്യതാൻ പുഷ്ണാദി യേഷാം പോഷേണ ശേഷഭുഗ്യാ ത്രിധാ സ്വയം. വാർത്തായാം ലിപ്യമാനായാം ആരബ്ധായാം പുനഃ പുനഃ ലോഭാവിഭൂതോ നിസ്സത്വഃ പരാർത്ഥേ കുരുതേ സ്പൃഹാം. വാർത്തായാം ലുപ്യമാനായാം ആരബ്ധായാം പുനഃ പുനഃ ലോഭാവിഭൂതോ നിസത്വഃ പരാർത്ഥേ കുരുതേ സ്പൃഹാം. കുടുംബഭരണകൽപോ മന്ദഭാഗ്യോ വൃഥോദ്യമഃ ശ്രിയാ വിഹീനകൃപണോ ധ്യായൻ സോസിതി മൂഢധീഃ. കുടുംബഭരണാകൽപോ മന്ദഭാഗ്യോ വൃഥോദ്യമഃ ശ്രിയാം വിഹീനഃ കൃപണോ ധ്യായൻ ശ്വസിതി മൂഢധീഃ. ഏവം സ്വഭരണകൽപം തർക്കളത്രാദയസ്തദാ നാദ്രിയന്തേ യഥാ പൂർവം കീനാശ ഇവ ഗോചരം. ഏവം സ്വഭരണാകൽപം തത്കളത്രാദയസ്തദാ നാദ്രിയന്തേ യഥാ പൂർവം കീനാശ ഇവ ഗോചരം. തത്രാപ്യജാതനിർവേദോ പ്രിയമാന സ്വയം ഹൃദൈഃ ജരയോപാത്തവൈരൂപ്യോ മരണാഭിമുഖോ ഗൃഹേ. തത്രാപ്യജാതാ നിർവേദോ പ്രിയമാണ സ്വയം ഹൃദൈഃ ജരയോപാത്തവൈരൂപ്യോ മരണാഭിമുഖോ ഗൃഹേ. ആസ്തേവമത്യോപന്യസ്ത്വം ഗൃഹേ ഗൃഹപാല ഇവാഹരൻ ആമയാവ്യ അപ്രദീപ്താഗ്നി അല്പാഹാരോൽപചേഷ്ടിതഃ. ആസ്തേവമത്യോപന്യസ്തം ഗൃഹപാല ഇവാഹരൻ ആമയാവിപ്രദീവദാഗ്നിരലപ്പാഹാരോൽപദേഷ്ടിതഃ. A little hard. Let's do one more time. Astevamatyo grihapala ivaharan amayavyapradeeptagnir alpaharolpacheshtitaha. അസ്തദേവമത്യോപ്യന്യസ്തം ഗൃഹപാല ഇവാഹരൻ ആമായാവ്യപ്രദീവദാഗ്നിരൽപാഹാരോൽപചേഷ്ടിതഃ. ആമായ ആയിക്ക് തീർക്കൊണ്ട് മായ്ക്കും തീർക്കൊണ്ട് നമ്മൾ വിചാരിക്കും ചൊല്ലുമ്പോൾ ആമയാവി അപ്രദീപ്തനാണെന്ന വാക്ക്. അപ്പം ആമയാവി അപ്രദീപ്തനായെന്ന് മാത്രം. ആമയാവ്യപ്രദീപ്താഗ്നിഃ അല്പാഹാരോൽപചേഷ്ടിതഃ. ആമയാവ്യപ്രദീവദാഗ്നിരാൽ അല്പഹാരോൽപചേഷ്ടിതഃ. പ്രദീപ്ത അല്ലേ? ദീപ്താഗ്നി എന്നർത്ഥം. ദീപ്താഗ്നി ഒരു ദീപ്താഗ്നി ആമയാവ്യപ്രദീപ്താഗ്നിർ അല്പാഹാരോൽപചേഷ്ടിതഃ. ആസ്തേവമത്യോപനിത്യസ്തം ഗൃഹപാല വിവാഹരൻ ആമയാവ്യപ്രദീവദാഗ്നിരൽപാഹാരോൽപചേഷ്ടിതഃ. വായുനോത്ക്രമതോത്താരഃ കഫസംവൃദ്ധനാഡികഃ
कासश्वासकृतायासः कण्ठे कुरायते वायुनोत्क्रमदोत्तारः कदसंयुक्तानाडिगः कासश्वासकृतायासः खण्डे घुरायते नयानपरिशोद्भिः परिवीतिः स्वबन्धुभिः वाच्यमानोऽभिनब्रूते कालपाशवशं गतः शयानापरशोजद्भिः परिवीतस्वबुद्धिभिः वाच्यामानो विनब्रूते कालपाशावशं गतः एवं कुटुम्बभरणे व्यावृतात्मा जितेन्द्रियः म्रियते रुदतां स्वानाम् उरुवेदनयास्तथीः एवं कुटुम्बभरणे व्यावृतात्मा जितेन्द्रियः म्रियते रुदतां स्वानामुरुवेदनायास्पदीः यमदूतौ तदा प्राप्तो भीमौ सारभसेक्षणौ स दृष्ट्वा त्रस्तहृदयः शकन्मूत्रं विमुञ्चति यमदूतौ तदा प्राप्तौ भीमौ सरहसेक्षणौ स दृष्ट्वा त्रस्तहृदयश्वक्यन्मूत्रं विमुच्यति यातना देह आवृत्य पाशैर्बद्ध्वा गले बलात् नयतो दीर्घमध्वानं दण्ड्यं राजभटा यथा यातनादेह आवृत्य पाशैर्बद्ध्वा गले बलात् नयतो दीर्घमध्वानं दण्ड्यं राजपटा यथा यो निर्भिन्नहृदयस्तर्जने जातवे वधुः पथेष्वभिर्भक्ष्यमाणा आर्तोकं स्वमनुस्मरन् तयोर्निर्भिन्नहृदयः तर्जनैर्न्यजातवे पदुः पथिष्वभिर्भक्ष्यमाणा आर्तोकं समनुस्मरन् शुत्रुर्परीदोर्कदवानलानिलैः सन्दप्यमानपतितप्तवालुके कृष्णेन पृष्ठे कषया च ताडित चलत्यशक्तोऽपि निरासमोदके शत्रुघ्नपरीतोर्कदवानलानिलैः सन्दप्यमानपतितप्तवालुके कृष्णेन पृष्ठे कुशया च ताडितश्चदल्यशक्तोऽपि निराश्रमोदके तत्र तत्र पतञ्चान्दो मूर्छित पुनरुत्थितः पथा पापीयसा नीतस्तमसा यमसादनम् तत्र तत्र पदन् श्रान्तो मूर्छित पुनरुत्थितः पथा पावीयसा नीतस्तमसा यमसादनम् योजनानां सहस्राणि नवति नवचाध्वनः त्रिभिर्मुहूर्तैर्द्वाभ्यां वा नीतप्राप्नोति यातनाः योजनानां सहस्राणि नवतिं नवप्नचाध्वनः त्रिमुहूर्तैर्द्वाभ्यां वा नीतप्राप्नोति यातनाः आजीवनं स्वगात्राणां वेष्टयित्वोल्मुखादिभिः आत्ममां साधनं क्वापि सुकृतं परतोऽपि वा आदीपनं स्वगात्राणं वेष्टयित्वोल्मुखादिभिः आत्ममांसादनं क्वापि स्वकृतं परतोऽपि वा दीवचान्द्राभ्युद्धारा शुघृतैर्यमसाधने सर्पवृच्छिकदंशाद्यैर्दशद्भिश्चात्मवैशसम् जीवतच्चान्द्राभ्युद्धारा स्वगृद्धैर्यमसाधने सर्पवृच्छिकदंशाद्यैर्दशद्भिश्चात्मवैशवम्
दशत्भिच्छात्मवैशसं one more time. जीवचान्द्राभ्युद्धारा श्वघृतैर्यमसाधने सर्पवृक्षिकदंशाद्यैर्दशद्भिश्चात्मवैशसम् जीवत्तच्छान्द्राभ्युद्धार असादने सर्पवृश्चिकदंशाद्यैर्दशद्भिश्च आत्मवैशसम् क्रन्दनं चावय चिन्दनं चावयवशो अशो गजादिभ्यो अभिधावनं पादनं गिरिशृङ्गेभ्यो रोदनं चाम्बुगर्तयोः क्रन्दनं चावयवशो गजाभिभ्यो भिदापनं पादनं गिरिशृङ्गेभ्यो रोदनं च अम्बुगर्तयोः रौरवाद्य च यातनाः भुङ्क्ते नरो वा नारी वा मिथसङ्गेन निर्मिताः यास्तामिस्रो रौरवाद्याश्च यातनदनाः भुङ्क्ते नरो वा नारी वा मिथसङ्गेन निर्मिताः त्रैव नरकस्वर्ग इति मातः प्रचक्षते या यातना वै नारक्यस्ता इहाप्युपलक्षिताः अत्रैव नरकः स्वर्ग इति मातः प्रचक्षते या यातना वै नारक्यस्ता इहाप्युपलक्षिताः एवं कुटुम्बं बिभ्राण उदरम्बर एव वा विसृज्येहोभयं प्रेत्य पुङ्क्ते तत्फलमीदृशम् एवं कुटुम्बं विप्राण उदरम्भर एव वा विसृज्येहोभयं प्रेत्य पुङ्क्ते तत्फलमीदृशम् एकप्रपद्यते ध्वान्तं हित्वेदं स्वकलेवरं कुशलेतरपाधेयो भूतद्रोहेण यद्भृतम् एक प्रपद्यते द्वान्दं हित्वेदं सकलेबरं कुशलेतरपाध्नधेयो भूतद्रोहेण यत्प्रदम् दैवेनासादितं तस्य शमलं निरये पुमान् भुङ्क्ते कुटुम्बपोषस्य हृतवित्त इवातुरः देवेनासादितं तस्य शमलं निरये पुमान् भुङ्क्ते कुटुम्बपोषस्य हृतवित्त इवातुरः केवलेन ह्यधर्मेण कुटुम्बभरणोत्सुकः याति जीवोऽन्धतामिश्रं चरमं तमसः पदम् केवलेन ह्यधर्मेण कुटुम्बभरणोत्सुकः यादि जीवोऽन्धतामिश्रं चरमं तमसपदम् अतस्तात् नरलोकस्य यावतीर्यातनादयः क्रमशसम् अनुक्रम्य अनुरात्रा व्रजे शुचिः अधस्तात् नरलोकस्य यावदीर्यातनादयः क्रमशः समनुक्रम्य पुनरत्र व्रजेत् शुचिः ओम श्रीकृष्णार्पणमस्तु। इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां तृतीयस्कन्धे कापिलेयोपाख्येन कर्मविभागो नाम 30तमोऽध्यायः।